ബുദ്ധിപരമായ ഒരു കളിയാണ്. ഇതിൽ ഒരാൾ കളിപ്പിക്കും, മറ്റേയാൾ കളിക്കണം. കളിച്ചാൽ പോരാ, കളിച്ച് ജയിക്കണം. എങ്ങനെയാണ് ഈ കളി? നിങ്ങൾക്ക് കാണാം, ഇവിടെ 6 നാണയങ്ങൾ, 1 2 3 4 5 6 നാണയങ്ങൾ ഇവിടെ കാണാം. ഈ നാണയങ്ങൾ ഇതാ ഇവിടെ ഒരു കളം വരച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 കള്ളികൾ ഈ കളത്തിലുണ്ട്. ഇതിലാണ് നിങ്ങൾ ഇത് വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പം ഈ നാണയങ്ങൾ 3 വരികളിൽ 3 നിരകളിൽ 2 വീതം നാണയങ്ങൾ ഉണ്ടാകണം. ഒരു കാരണവശാലും വരിയിലോ നിരയിലോ കോണോട് കോണോ 3 നാണയങ്ങൾ ഒരുമിച്ച് വരാൻ പാടില്ല. ഉദാഹരണത്തിന് നിങ്ങൾ അറിയാതെ 3 കോയിൻ 3 നാണയങ്ങൾ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ വരാൻ പാടില്ല. കാരണം ഇങ്ങനെ 3 വന്നു കഴിഞ്ഞു. ഇനി ഇങ്ങനെ വെച്ചാലോ, ഇവിടെയും 3 വന്നു കഴിഞ്ഞു. ഇങ്ങനെ വെച്ചാലോ, ഇവിടെയും 3 വന്നു കഴിഞ്ഞു. അങ്ങനെ വരാതെ വേണം ഈ 6 നാണയങ്ങൾ. എന്നാൽ അതേസമയം തന്നെ ഇതാ 1 2 റെഡിയായി, 1 2 റെഡിയായി, 1 2 ഇങ്ങനെ 2 ഇങ്ങനെ 2 ഇങ്ങനെ 2 റെഡിയാണ്. എന്നാലോ ഇങ്ങനെ 3 വന്നു, ഇങ്ങനെ 3 വന്നു. ഇവിടെ ഇപ്പോ ഒരു വരി 2 വരി മാത്രം, നിര 3 വന്നിട്ടുണ്ട്. പക്ഷെ വരി 2 വന്നിട്ടുള്ളൂ. നമുക്ക് 3 വരിയും 3 നിരയും വേണം. അപ്പോൾ എങ്ങനെ വെക്കും? നിങ്ങൾ ഒന്ന് സ്വന്തം ശ്രമിച്ചു നോക്കിയിട്ട് വേണം ഞാൻ പറയുന്ന ഉത്തരം കാണുവാൻ. ഏതായാലും ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ഇതാ ഒരു കോയിൻ ഇവിടെയും ഈ കോയിന് ഇവിടെയും വെക്കും. ഇപ്പൊ നോക്കൂ, ഒരു വരി 2 വരി 3 വരി ശരിയായല്ലോ. ഒരു നിര 2 നിര 3 നിര ശരിയായല്ലോ. ഓരോന്നിലും ഈ 2 അല്ലേ ഉള്ളൂ, ഈ 2 വീതം നാണയങ്ങൾ. എവിടെയെങ്കിലും 3 വന്നോ? ഇല്ല. ഇങ്ങനെ 3 2 ഉള്ളൂ. ഇങ്ങനെ ഒന്നുമില്ല. അതിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. ഓക്കെ, നമുക്ക് 2 വീതം 3 നിരയും 3 വരിയും, അത് മാത്രമേ കണ്ടീഷൻ. പിന്നെ 3 വരാൻ പാടില്ല. ആ രൂപത്തിൽ വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണിച്ചത്. ഓക്കെ.